നമസ്കാരം. കലികാലം. താൻ കുഴിച്ച കുഴിയിൽ താൻ എന്ന പോലെ താൻ തുറന്ന തുരങ്കത്തിൽ ജനങ്ങൾ കുടുങ്ങിയപ്പോൾ അത് കാണാൻ പിണറായി തമ്പുരാൻ പാതാളത്തിൽ നിന്നും ചുരം കയറി വയനാട്ടിലെത്തി. കൂടെ ഗോവിന്ദച്ചാമിയും ശുംഭൻ ജയരാജനും ഉണ്ട്. ഒരു വ്യത്യാസം എന്തെന്നാൽ ഒരു തൊപ്പി തലയിലുണ്ട്. അത് കഴിഞ്ഞ ഇലക്ഷനിൽ തോറ്റ് ഇട്ട തൊപ്പിയല്ല, മഴ നനയാതിരിക്കാനുള്ള തൊപ്പിയാണ്. ഇപ്പോൾ അദ്ദേഹത്തിന് കാലും വഴങ്ങും, കൈയും വഴങ്ങും, തലയും വഴങ്ങും എന്നായിട്ടുണ്ട്, നാക്കും വഴങ്ങും. എന്തായാലും അദ്ദേഹം ചുരം കയറി വന്നതിൽ ആഹ്ലാദ ചിത്തരായി വനിതകൾ, മഹിളാമണികൾ അദ്ദേഹത്തെ കുരവയിട്ടു സ്വീകരിച്ചു എന്ന് ആണ് പാർട്ടി പത്രം പറയുന്നത്. പക്ഷേ പൊതുജനം പറയുന്നത് പൂവി എന്നാണ്. അതെന്തോ ആയിക്കോട്ടെ, നമ്മളാരും കേട്ടില്ല, കേട്ടവർ കേട്ടു, നമ്മൾ കേട്ടില്ല. കേരളത്തിലെ പാർട്ടി നെടുകെ പുലർന്ന് രണ്ടായി നിൽക്കുകയാണ്. പാർട്ടി നയം മാറ്റണമെന്നും പാർട്ടി ജനങ്ങളോടുള്ള സമീപനം മാറ്റണമെന്നും പാർട്ടി കേന്ദ്ര കമ്മിറ്റി പറഞ്ഞപ്പോൾ പൂമരം പറഞ്ഞത് ഇത് കേരളം അർഹിക്കാത്ത പരാജയമാണെന്ന്. കഴിഞ്ഞ ഇലക്ഷനിൽ കേരളം അർഹിക്കാത്ത പരാജയം ലഭിച്ചു എന്നാണ്. എന്തായാലും അച്ചടി ഭാഷയിൽ അസംബന്ധം മാത്രം പറയുന്ന ഈ പൂമരനാവുമോ അടുത്ത സെക്രട്ടറി എന്നാണ് നമുക്കെല്ലാം പേടി. ഇദ്ദേഹത്തെ പ്രതിപക്ഷ നേതാവാക്കാൻ PBയിൽ വോട്ടിട്ടപ്പോൾ 2 വോട്ടിനാണ് അദ്ദേഹം ജയിച്ചത്. ശ്രീ പിണറായി വിജയന് കിട്ടിയ 2 വോട്ടിൽ 4 വോട്ടുകൾ കേരളത്തിൽ നിന്നാണ്. ബേബി സഖാവിൻ്റെതും പരാജയരാഘവൻ സഖാവിൻ്റെതും ഗോവിന്ദച്ചാമിയുടേതും പിന്നെ പിണറായി വിജയൻ്റെ സെൽഫ് വോട്ടും. എന്തായാലും അദ്ദേഹം പ്രതിപക്ഷ സ്ഥാനത്തെത്തി. 2026 ഇലക്ഷൻ ജയിച്ച് പിണറായി വിജയനെ തലയിൽ ചവിട്ടിത്താഴ്ത്തി സതീശൻ പാതാളത്തിലോട്ട് അയച്ചു. പാതാളത്തിലും തിരുവാതിര കളിക്ക് പാറശാല നിന്നും മഹിളാമണികൾ പോകുന്നുണ്ട് എന്നാണ് നമുക്ക് കിട്ടിയ വിവരം. എന്തായാലും സഖാവിനൊരു നേരം പോക്കൊക്കെ വേണ്ടേ? അപ്പോൾ മഹിളാമണികളുടെ ആ വാഴ്ത്തുപാട്ടും തിരുവാതിര കളിയും അദ്ദേഹത്തിന് എത്രയും ആമോദം നൽകട്ടെ. കൂടെ ഒറ്റ കയറിൽ തൂങ്ങിച്ചാവാമെന്ന് പറഞ്ഞ് തമിഴ്നാട്ടിൽ മത്സരിച്ച സഖാവ് സ്റ്റാലിൻ വടക്കോട്ട് നോക്കിയിരിക്കുകയാണ്. ഡൽഹിയിൽ എപ്പോഴാണ് കേന്ദ്ര മന്ത്രിസഭ വികസിപ്പിക്കുന്നത്? കാല് പിടിച്ച് അപേക്ഷിച്ചതുകൊണ്ട് മാത്രം മമതയ്ക്ക് വേണ്ടി പ്രചരണത്തിന് ബംഗാളിൽ പോകാത്ത മുഖ്യൻ വേഷം മാറി ബംഗാളിയുടെ വേഷത്തിൽ ബംഗാളിൽ പോയി പ്രചരണം നടത്തിയെന്നാണ് കരക്കമ്പി. എന്തായാലും 8 നിലയിൽ പൊട്ടിയ മമത കിട്ടിയ 80 MLA-മാരിൽ 60 പേരും ഡൽഹിക്ക് ടിക്കറ്റ് എടുത്തിട്ടുണ്ട് എന്നാണ് അറിവ്. അധികാരിയുടെ അടുത്തേക്കാണ് അവർ പോയത്. അധികാരമുള്ളിടത്തേക്കല്ലേ ആൾക്കാർ പോവുള്ളൂ. അതുകൊണ്ട് അധികാരിയുടെ അടുത്തേക്ക് പോയതിൽ തെറ്റില്ല. വന്ന വെള്ളം നിന്ന വെള്ളം കൊണ്ടുപോയി എന്ന് പറഞ്ഞ മാതിരി ഈ MLA-മാർ പോയപ്പോഴത്തേക്ക് നേരത്തെ ഡൽഹിയിലെത്തിയ MP-മാർ, ലോക്സഭയിലെയും രാജ്യസഭയിലെയും MP-മാർ വിചാരിച്ചു കേന്ദ്ര മന്ത്രിസഭ വികസിക്കുമ്പോൾ ഞങ്ങൾക്കും ഒന്ന് അംഗമാവാലോ. എന്തായാലും ഇവരൊക്കെ പോയതിൻ്റെ കൂടെ നമ്മുടെ രേവന്ത് റെഡ്ഡി എന്ന ഡാഷ് മോൻ ഇപ്പോൾ പിറുപിറുക്കുന്നത് പോകുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പോവാം, ഞാൻ പഴയ ABVP-യുടെ സംസ്ഥാന പ്രസിഡൻ്റല്ലേ, നമുക്ക് ഒരു ബർത്ത് കിട്ടുമെന്നാണ്. അപ്പോൾ ആകെ കോൺഗ്രസിൻ്റെ ഭരണം അവശേഷിക്കുന്ന കർണാടകയിലും ഹിമാചൽ പ്രദേശിലും മാത്രമായി കോൺഗ്രസ് ഒതുങ്ങുമെന്നാണ് ഇപ്പോൾ കാണുന്ന കാഴ്ച. തീർന്നില്ല, മഹാരാഷ്ട്രയിലെ വിശേഷമാണ് വലിയ വിശേഷം. ഒരു കാലത്ത് മാധോശ്രീ ആയിരുന്നു മഹാരാഷ്ട്രയുടെ രാഷ്ട്രപതി ഭവനും രാജ്ഭവനും സെക്രട്ടേറിയറ്റ്.
ബാൽ താക്കറെ പറയുന്നതായിരുന്നു അവിടുത്തെ നിയമം. ആ ശിവസേന മൂന്നായിട്ട് കീറി. ആദ്യത്തെ പാർട്ടി നേരത്തെ പോയി ഉപമുഖ്യമന്ത്രിയായി, രണ്ടാമത്തെ പാർട്ടി മന്ത്രിയാവാൻ വേണ്ടി പോകുന്നു. പോയപ്പോഴത്തേക്ക് മമതയുടെ കൂടെ ചെയ്ത മാതിരി പാർട്ടി ചിഹ്നവും കെട്ടിടങ്ങളും എല്ലാം കൊണ്ടാണ് പോയത്. സോണിയക്കെതിരെ വാളെടുത്ത് ഉറപ്പിച്ച മറാത്ത സിംഹം ശരത് പവാറല്ല ശരത് പവാർ, അദ്ദേഹത്തിൻ്റെ പാർട്ടി മൂന്നായിട്ടാണോ നാലായിട്ടാണോ കീറുന്നതെന്ന് നോക്കിയിരിക്കുമ്പോൾ അദ്ദേഹം ഇതൊന്നും കീറാതിരിക്കാൻ വേണ്ടി MLA-മാരെയും കൂട്ടി നേരെ ഒരു BJP മന്ത്രിയുടെ ആഫീസിൽ വെച്ചൊരു യോഗം കൂടി. അപ്പോൾ പിന്നെ എന്തായിരുന്നു തീരുമാനമെന്ന് പറയേണ്ടതില്ലല്ലോ. എന്തായാലും അവരും ഡൽഹിക്ക് നോക്കിയിരിക്കുക. യു പിയിലെ ഇലക്ഷൻ എന്തായാലും അവിടുത്തെ കുറച്ച് MP-മാർക്കും മന്ത്രിസഭയിൽ പ്രവേശനം കൊടുക്കണമല്ലോ. എന്തായാലും ഈ കലികാലത്തിൽ പിണറായി വിജയൻ്റെ വിശേഷമാണ് ഏറ്റവും നല്ല വിശേഷം. പാർട്ടി നെടുകെ കീറി രണ്ടായി നിൽക്കും. ഒരു കാലത്ത് 90കളിൽ പാർട്ടിയിൽ വിഭാഗീയത മൂർച്ഛിച്ച സമയത്ത് പാർട്ടിയെ രണ്ട് തട്ടിലാക്കി രണ്ടായി കീറി നിർത്തിയ മാന്യനാണ് ഇപ്പോൾ പരസഹായം കൂടാതെ പാർട്ടിയിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലോട്ട് എത്തിയത്. ഗോവിന്ദചാമിയുടെ തോളിൽ ഒരു കൈയും ശുംഭൻ ജയരാജൻ്റെ കയ്യിൽ മറ്റൊരു കൈയും. പണ്ടൊക്കെ ചൂരൽമലയിൽ ദുരന്തം നടന്നപ്പോൾ 10 മിനിറ്റ് തികച്ചു നിൽക്കാൻ നേരമില്ലാതിരുന്ന ആളാണ് ശ്രീ പിണറായി വിജയൻ. ഇനി വയനാട് ദുരന്തത്തിൽ ചില്ലിക്കാശ് കിട്ടില്ല എന്ന് ഉറപ്പായതോടെ ചുരമിറങ്ങി എന്നാണ് കരക്കമ്പ്. എന്തായാലും പിണറായി വിജയൻ്റെ മകളുടെ സ്വത്ത് എന്തായാലും വീട് കൊണ്ടുപോയി എന്നാണ് നമ്മൾ അറിയുന്നത്. ഈ വാസ്തുദോഷം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അതിലൊരു ദോഷമുണ്ടോ എന്നൊരു നമുക്കൊരു സംശയം വരുന്നത് പിണറായിയുടെ കാര്യത്തിലാണ്. പിണറായിയുടെ ഈ കാലം വരുന്നത് വരെ ഈ വാസ്തു ദോഷത്തിൽ എനിക്ക് വലിയ വിശ്വാസമില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ വിശ്വസിക്കേണ്ട ഒരവസരം വന്നിരിക്കും. എന്നാ വീട്ടിലോട്ട് കാലെടുത്ത് വെച്ചോ അന്ന് തുടങ്ങി കലികാലം. മകളുടെ വീടാണെങ്കിൽ പോലും അവിടെ റെയ്ഡായി, പോലീസായി, 26 സഖാക്കൾ ജയിലിലായി, മോക്ക് വീണ്ടും സമൻസ് വന്നു, മോളുടെ വസ്തു അറ്റാച്ച് ചെയ്യുന്ന ഉത്തരവ് വരുന്നു. എന്തായാലും ആ വീട്ടിൽ കാലെടുത്ത് വെച്ച് തുടങ്ങിയതിൻ്റെ അന്ന് തൊട്ട് ശ്രീ പിണറായി വിജയന് നല്ല കാലം വന്നു തുടങ്ങിയെന്ന് വേണം പറയാൻ. എന്തായാലും കണ്ടോൺമെൻറ് ഹൗസ് VD സതീശൻ ഒഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഗൃഹപ്രവേശനം നടത്താൻ കാത്തിരിക്കുകയാണ് പിണറായിയും കമലയും. ഈ വീണാമോളെ എന്തായാലും കൊണ്ടുപോകില്ല കേട്ടോ. കാര്യം അവിടെയാണ് പ്രശ്നങ്ങളുടെ എല്ലാത്തിൻ്റെയും തുടക്കം. വീണ എന്ന പേരേ ഒരു അശുഭമാണ് ഈ പാർട്ടിക്ക്. വന്നു കയറിയ കമ്മ്യൂണിസ്റ്റ് വീണ വേറൊന്ന്, അച്ഛൻ്റെ തോളിൽ നിന്നും കയറിയ കമ്മ്യൂണിസ്റ്റ് വീണ വേറൊന്ന്. എന്തായാലും വീണമാർക്കും പിണറായിക്കും സുഖമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നിർത്തുന്നു. നന്ദി, നമസ്കാരം.